ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങൾ വർദ്ധിച്ച് ഇപ്പോൾ H-1B വിസയിൽ വന്ന് നിൽക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ ഇനി ഒരു വ്യാപാര കരാറിലേക്കുള്ള എല്ലാ ലക്ഷ്യവും തുറക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ആവശ്യം. നമുക്കും ഏതാണ്ട് പല പ്രശ്നങ്ങളുമുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വ്യാപാര കരാറിലൂടെ കഴിയുമെന്ന് വിചാരിക്കുന്നു. ജയശങ്കർ വിദേശകാര്യമന്ത്രി ഇപ്പോഴും അമേരിക്കയിൽ തുടരുകയാണ്. ശരിക്കും ഈ വ്യാപാര കരാർ കൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ? വ്യാപാര കരാർ ആകുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വന്നിട്ടില്ല. പീയൂഷ് ഗോയലും ഒരുപക്ഷെ ജയശങ്കറും കൂടെ അതിനുള്ള തീരുമാനം അല്ലെങ്കിൽ അവർ തമ്മിലൊരു ധാരണയിലെത്തി. അതായത് മാർക്കോ റൂബിയോ ആയിട്ടായിരുന്നല്ലോ ചർച്ച. ഒരുപക്ഷെ അതിനകത്തൊരു ധാരണയിലെത്തി എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഔദ്യോഗികമായിട്ട് നമ്മുടെ ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ടവരൊന്നും അതിൻ്റെ വ്യക്തത വരുത്തി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ഏതായാലും വ്യാപാര കരാർ ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ താരിഫിനും മറ്റ് പല കാര്യങ്ങൾക്കും അതിർത്തിക്കും ഒക്കെ കാരണമായത് അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഒരു വ്യാപാര കരാർ. അതായത് ട്രംപിന് വന്നതിന് ശേഷം മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ മുദ്രാവാക്യമായിട്ട് വന്ന് അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചാലേ അമേരിക്കയെ ഈ പഴയതുപോലെയുള്ള അവസ്ഥയിൽ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാത്ത ഒരു അമേരിക്ക, കടം ഇല്ലാത്ത ഒരു അമേരിക്ക, ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജനത്തിനെ മനസ്സിലാക്കി. ഈ ജനത്തിന് അവിടുത്തെ ബോധമുള്ളവരായതുകൊണ്ട് അമേരിക്കയ്ക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, അതിനെ മറികടക്കാൻ പ്രാപ്തമായിട്ടുള്ള ഭരണാധികാരി വേണം, അതിന് കൊള്ളാം, ഒരു ബിസിനസ്സുകാരൻ ആണ് ട്രംപ്, അതിന് കൊള്ളാമെന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. പക്ഷേ അതിനുശേഷം അദ്ദേഹം അവലംബിച്ച അദ്ദേഹത്തിൻ്റെ ഐഡിയാസൊക്കെ ഇപ്പം പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ അമേരിക്കയെ ഈ പറയുന്നതല്ല, അമേരിക്ക ഇനിയും ലോകത്തിലെ അല്ലെങ്കിൽ ഇപ്പം നിൽക്കുന്ന ഒരവസ്ഥ, അത് ലോകത്തിൻ്റെ രാജാവായിട്ടും അല്ലെങ്കിൽ ചക്രവർത്തിയായിട്ടും ഒക്കെ നിന്നിരിക്കുന്ന ഒരു രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക രാജ്യം, എല്ലാ മേഖലയിലും അല്ലെങ്കിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യം. അപ്പോൾ എല്ലാവർക്കും അവരുടെ വാക്കുകൾ പറഞ്ഞ് കേട്ട് പോയാതിരുന്നാൽ ആ രാജ്യത്തിന് നിലനിൽപ്പില്ലാത്തവർ അല്ലെങ്കിൽ അങ്ങനെ കേൾക്കാത്ത രാജ്യത്തെ ഏതൊക്കെ രീതിയിലാണെങ്കിലും സൈനികമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടായാലും മറ്റു പല മേഖലയിലാണെങ്കിലും നിയന്ത്രിക്കാനും ഇല്ലായ്മ ചെയ്യാനും കഴിയുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ആ അവസ്ഥയിലുള്ള അമേരിക്കയെ ആ അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയാണ് ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ. അതായത് ഇദ്ദേഹം വ്യാപാര കരാർ അല്ലെങ്കിൽ ലോകം എല്ലാ രാജ്യങ്ങളും ഈ പറഞ്ഞതുപോലെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ വ്യാപാരത്തിനെ ആശ്രയിക്കുന്ന മറ്റു പല മേഖലയിൽ വിദ്യാഭ്യാസത്തിനും അല്ലെങ്കിൽ എല്ലാ ആയുധത്തിൻ്റെ കാര്യത്തിൽ ആശ്രയിക്കുന്ന രാജ്യമാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ ഈ ആശ്രയത്വത്തെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി താരിഫിനകത്ത് ചില വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ വ്യാപാര കരാറുകൾ അവർക്ക് കൂടുതൽ അനുകൂലമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം, അതിനാദ്യം ഉപയോഗിക്കേണ്ട രാജ്യം അല്ലെങ്കിൽ ലോകം ഉറ്റുനോക്കുന്ന രാജ്യം ഈ പറയുന്നത് പോലെ അവരുമായിട്ട് ഏറ്റവും സൗഹൃദമുണ്ടായിരുന്ന രാജ്യം ഇന്ത്യ ആയിരുന്നല്ലോ. ആ ഇന്ത്യക്കകത്തൊരു വ്യാപാര കരാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ആദ്യമേ ശ്രമിച്ചത്. അത് അദ്ദേഹം അനൗൺസ് ചെയ്യുകയും ചെയ്തു, ഞാൻ ആദ്യമായിട്ട് ഇന്ത്യയുമായിട്ട് ഉണ്ടാക്കും. എന്നിട്ട് ഇവിടെ വന്ന് കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ട്രംപ് വിചാരിക്കുന്നത് പോലെയുള്ളവർ, ട്രംപ് വിചാരിച്ച് ഒരു വരട്ടി അല്ലെ കാര്യം പറയുന്നതൊക്കെ കേട്ട് പോകുന്ന ഒരു ഭരണാധികാരിയൊക്കെ ഇവിടെ വന്നപ്പോൾ നമുക്ക് കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഇന്ത്യയെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇവർ പറയുന്നത് പോലുള്ളൊരു വ്യാപാര കരാർ വന്നാൽ ഇന്ത്യക്കകത്ത് നിൽക്കുന്ന ഇന്ത്യയുടെ ഭൂരിപക്ഷമുള്ള കർഷകർക്കും അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ നരേന്ദ്രമോദി റിസ്ക് എടുത്ത് ഇവിടുത്തെ ഒന്നാമത്തെ ക്ഷീര കർഷകരെ കൊണ്ടുവന്ന് ഒന്നാമത്തെ കയറ്റുമതി പാൽ വ്യവസായത്തിൽ ഉണ്ടാക്കിയെടുത്ത രാജ്യമൊക്കെ. അപ്പോൾ അവരുടെ പാലും അവരുടെ ഈ പറയുന്നത് പോലെ സോയാബീനും അവരുടെ ഈ ജനിതക മാറ്റം വരുത്തിയ കൃഷി സാധനങ്ങളും ഒക്കെ ഇവിടെ ഇറക്കുമതി ചെയ്താൽ ഇവിടുത്തെ ഇവിടുത്തെ കൃഷിക്കാരനെ അത് ബാധിക്കും, ഇവിടുത്തെ പാൽ കച്ചവടക്കാരനെ പാൽ കൃഷിക്കാരനെ ക്ഷീര കൃഷിക്കാരനെ ബാധിക്കും. മാത്രമല്ല ഇത് കഴിച്ചാൽ ഉണ്ടാകുന്ന പറഞ്ഞാൽ അവൻ കഴിക്കാതെ ഇവിടെ കൊണ്ട് തരുക. എന്തിനാ? നമ്മുടെ ശാരീരികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും, നമ്മുടെ ആരോഗ്യം ഉള്ള ജനതയെ ഇല്ലാതാക്കുന്നതിന് അല്ലെങ്കിൽ അസുഖം ഉണ്ടാക്കുന്നത്, എന്നിട്ട് അതിൻ്റെ മരുന്നും അവരുടെ കച്ചവടം ചെയ്യാൻ വേണ്ടിയുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള പ്ലാനിങ് നടക്കത്തില്ലെന്നാണ്. വ്യാപാര കരാർ ഓക്കെ, വ്യാപാര കരാറിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റുകളും ആകാം. എന്ന് വെച്ചാൽ ഞങ്ങളുടെ രാജ്യത്തിന് കുഴപ്പമില്ലാത്ത, നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണമുണ്ടാകുന്ന ഒരു വ്യാപാര കരാർ, അങ്ങനെയാണ് വ്യാപാര കരാർ അവിടെ തരുന്നത്. അപ്പോൾ ഇപ്പം സംസാരിച്ച് അതിനകത്ത് ധാരണയിലെത്തുമെന്ന് പറഞ്ഞാൽ പരസ്പര ധാരണയിലെത്തിക്കാണും. കാരണം അമേരിക്കയ്ക്ക് ഫേവർ ചെയ്യുന്നതിന് ഇന്ത്യക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഫേവർ ചെയ്യാം, ഇന്ത്യക്ക് ഗുണമുണ്ടാകുന്ന രീതിയിൽ അമേരിക്ക ഉണ്ടാകണം, ആ രീതിയിലേക്കൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം ഇയാൾ ഈ വ്യാപാര കരാർ ആയിക്കഴിയുമ്പോൾ താരിഫിൻ്റെ കാര്യത്തിലും മറ്റു കാര്യത്തിലും ഒക്കെ വ്യത്യാസം വരുത്തുമെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. മാത്രമല്ല ഇപ്പോൾ ഏറ്റവും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന പ്രിയം പറഞ്ഞ പോലെ H-1 വിസ, അതിനകത്ത് ഈ പറയുന്നത് ഇന്ത്യയെ മാത്രം ബാധിക്കുന്നൊരു കാര്യമല്ല. ഇതിനകത്ത് മൊത്തം വിസയ്ക്കകത്ത് പരിശോധിക്കുമ്പോൾ അതിൻ്റെ 78% അല്ലെങ്കിൽ 70% ഇന്ത്യക്കാരുടെ വിസയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ചൈനക്കാരനായിട്ട് 12%, ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ വരുന്നുണ്ട് കുറച്ച്. അപ്പം അവർ നമ്മളെ മാത്രം ബാധിക്കും. നമ്മൾ കൂടുതലായതുകൊണ്ട്
നമ്മളെ ബാധിക്കുന്നു. പിന്നെ രണ്ടാമതൊരു കാര്യം ഇവരാരും മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. ആരാ ഇത്തരത്തിലുള്ള ആൾക്കാരെ ഇവിടെ കൊണ്ടുപോകുന്നത്? ആർക്കാണ് ഇത്തരത്തിലുള്ള ആൾക്കാരെ ആവശ്യം? കാരണം ഇവിടുത്തെ ഈ പറയുന്നത് പോലെ 78% ഇന്ത്യക്കാരനാവണമെങ്കിൽ, ആ ഇന്ത്യക്കാരനെ സ്വീകരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ അവിടെ പോയി പണിയെടുത്ത് അവൻ ഇപ്പോൾ IT മേഖലയിലും ഒക്കെ ഇത്, അല്ലെങ്കിൽ വിവര സാങ്കേതിക വിദ്യ അല്ലെ മറ്റു പല മേഖല ശാസ്ത്ര മേഖലയിലും ഒക്കെ ഉപയോഗിക്കുന്നത്. അത്തരത്തിലുള്ള ആൾക്കാരെ ഉപയോഗിക്കുന്നത്. അത്തരത്തിലുള്ള ആൾക്കാരെ അവിടെ ഒരുത്തനെ ആ പോസ്റ്റിൽ വെച്ചാൽ 3 ലക്ഷം രൂപ കൊടുക്കും. ഉദാഹരണം പറയും, 3 ലക്ഷം രൂപ കൊടുക്കണമെങ്കിൽ നമ്മുടെ ഇവിടുത്തെ വെച്ച് 1.5 ലക്ഷം രൂപ കൊടുത്താൽ മതി. അതുകൊണ്ട് കമ്പനി ഇവനെ പ്രിഫർ ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ട്രംപിനെ കുറ്റം പറയാനും നമുക്ക് പറ്റത്തില്ല. ട്രംപ് വിചാരിക്കുന്നത് ഇതുവരെ ഉള്ളത്, ഇപ്പോൾ പറഞ്ഞു നോക്കുന്നത് ഇതുവരെ ഉള്ളതിനകത്ത് കുഴപ്പമില്ല, ഇനി പുതിയതായിട്ട് വരുന്നതിന് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാകുന്ന ആരാ? IT കമ്പനികൾക്കാണ്. ഇതിനകത്ത് ട്രംപ് വലിയ വിഡ്ഢിത്തമാണ് കാണിക്കുന്നത്. ഈ IT മേഖലയിലുള്ള കമ്പനി എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? അവരുടെ തന്നെ കമ്പനികൾ, അമേരിക്കൻ കമ്പനികളാണ്. ഫേസ്ബുക്ക് അല്ലെങ്കിൽ മറ്റ് പല അതുപോലുള്ള മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ഇവരൊക്കെ ചെയ്യിക്കുന്നത്. അവരെന്ത് ചെയ്യും? മഹാമണ്ഡലകൾ കാണിക്കും. അവരിപ്പോൾ പല അവരുടെ പ്രധാനപ്പെട്ട ഓഫീസുകളും അവിടുന്ന് ഇപ്പം ഇതിന് ശേഷമല്ല, ഇതിന് മുമ്പേ മാറ്റിയിട്ടുണ്ട്. ഇപ്പം തന്നെ എനിക്കൊന്ന് ഗുജറാത്തിലാണോ ഏത് സ്ഥലമാണ് നിൽക്കുന്നത്, 5000 പേരെ കണ്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനം ഇപ്പോൾ ഉടനെ ഈ ഫേസ്ബുക്കിൻ്റെ വരുന്നുണ്ട്. അപ്പം അവർക്ക് ഒരു ബിസിനസ്സുകാരൻ നോക്കുന്ന എന്താണ് അറിയും, അവന് ഏറ്റവും സാധ്യത ഉണ്ടാകുന്നതും ലാഭം ഉണ്ടാകുന്നതുമായിട്ടുള്ള പ്രദേശത്തേക്ക് അവനത് പറിച്ചു നടും. അപ്പോൾ ഈ മസിൽ പിടുത്തതും കൊണ്ടുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ, ഇപ്പം അമേരിക്കയിലേക്ക് കയറിപ്പോകണ്ട അല്ലെങ്കിൽ കയറിപ്പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ ജോലി ചെയ്യാമെന്ന് ഇരിക്കത്തില്ലല്ലോ, അവൻ വേറെ യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകും, സാധ്യത തേടും. മാത്രവുമല്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇവനെ ആവശ്യം വരും. ഇവിടെ നിങ്ങൾക്കറിയാം 12 ലക്ഷം, ഈ എറണാകുളത്ത് 8 ലക്ഷം 9 ലക്ഷം രൂപയ്ക്ക് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. വിശ്വസിക്കുമോ? എനിക്ക് ബോധ്യമുള്ളവരുണ്ട്. കാരണം പല ഈ കമ്പനികളുണ്ട്. ഇവിടെ ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്യുന്നത് വിദേശം ഇതുപോലെ ഈ വോക്സ് വാഗൺ എന്ന് പറയുന്ന വണ്ടിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ 12 ലക്ഷം രൂപ ഇവിടെ കിട്ടുന്നവരുണ്ട്. അപ്പോൾ അതേ രീതിയിലെ കാര്യങ്ങൾ. കാരണം ഇതിനകത്ത് അമേരിക്കയ്ക്കകത്ത് ഔട്ട്സോഴ്സിങ്ങിനായി പറയുന്നത്, ഔട്ട്സോഴ്സിംഗ് ആണെന്നല്ലോ ഇത് പ്രധാനമായിട്ടും ഈ വിസ അല്ലെങ്കിൽ ഇങ്ങനത്തെയുള്ള ആൾക്കാർ ഉപയോഗിക്കും. ഇതിന് ആളില്ലാതെ വരുമ്പോൾ അമേരിക്കയ്ക്ക് ഇതിനെക്കാട്ടും വലിയ, ഇപ്പം അവിടോട്ട് ഇയാൾ വിചാരിക്കുന്ന ആളിനെ അങ്ങ് പിടിച്ചു പറിച്ചുകൊണ്ട് പോയി കമ്പനിക്കാരൻ 80 ലക്ഷം രൂപ അല്ലെങ്കിൽ നേരത്തെ 8 ലക്ഷം രൂപയുടെ സ്ഥാനത്ത് 80 ലക്ഷം രൂപ കൊടുത്ത് ആളിനെ കിട്ടുമെന്ന് പറഞ്ഞാൽ അവനെ ഒരു കാര്യം ചെയ്യും, അവൻ്റെ കമ്പനി ഈ ആളിരിക്കുന്നിടത്തോട്ട് വരും. അങ്ങോട്ട് വേണ്ട, അവിടെ ചെന്നാലല്ലേ ഉള്ളൂ വിസയുടെ പ്രശ്നം, അവിടെ നിന്ന് ഇങ്ങോട്ട് വരും, കമ്പനിയെ ബാൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ആപ്പിളുകാരൻ പറഞ്ഞില്ലേ ഇവിടെ തുടങ്ങുന്നില്ലെന്ന്, ആരുടെ? അമേരിക്കൻ കമ്പനിയല്ലേ. അപ്പോൾ ഇതാണ് ട്രംപിൻ്റെ നീക്കങ്ങൾ. ട്രംപ് വിചാരിക്കുന്നത് നമ്മൾ ഈ ബിസിനസ് എന്ന് പറയുന്ന ഒരാൾ ചിന്തിക്കുമ്പോൾ, ഈ ബിസിനസ് അല്ല ഏത് ആളായാലും, നമ്മൾ ഒരു റൂട്ട് ചിന്തിക്കുമ്പോൾ അതിൻ്റെ വേറൊരു റൂട്ടും കൂടെ നമ്മൾ വരാൻ സാധ്യതയുണ്ട്. അതിന് അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടി മറുമരുന്നിട്ടുകൊണ്ട് ഈ റൂട്ട് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ട്രംപിൻ്റെ ഇതുവരെയുള്ള താരിഫിനകത്തും ഈ നീക്കത്തിനകത്തും ഒക്കെ ഈ H1 അല്ലെങ്കിൽ ഈ വിസ ഒരു ചിലപ്പോൾ തിരിച്ചടി ഉണ്ടാവും. ഈ പറയുന്നത് പോലെ അമേരിക്കയ്ക്ക് തന്നെ എല്ലാ പ്രശ്നം വരുന്ന അമേരിക്കയ്ക്ക് തന്നെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യത. മാത്രമല്ല, ഇത്രയും വലിയ ഈ തലച്ചോറുള്ളവനും അല്ലെങ്കിൽ അമേരിക്ക ഉപയോഗപ്പെടുത്തുന്നവനും ഒക്കെ ആയിട്ടുള്ളവന് അവിടെ വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ച് ഇവിടെ കയറി വന്ന് ഇവിടുത്തെ ചില കമ്പനികൾ, ഇപ്പോഴത്തെ ഇന്ത്യയുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇവിടെ അതുപോലെ വെൽഡൺ ആയിട്ടുള്ള കമ്പനികളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടോട്ട് വന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്ക ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തുള്ള പ്രത്യേകത എന്താണെന്ന് അറിയാം, അവിടെ ഉള്ളവന്മാരല്ല പ്രധാനമായിട്ടും മുതലാളിമാരാണ്. പക്ഷേ അതിനകത്ത് വർക്ക് ചെയ്യുന്നവരൊക്കെ ഇതുപോലെ ഇന്ത്യക്കകത്തും അതുപോലെ വേറെ പല രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള വിദഗ്ധന്മാരും ഒക്കെയാണ്. മാത്രമല്ല, അവിടെ കുടിയേറ്റക്കാരൻ ഉണ്ടാക്കിയെടുത്ത രാജ്യം ശ്രദ്ധിച്ചില്ലേ. അപ്പം അവരൊക്കെ നാളെ കാലത്ത് കയറിപ്പോകണം, ഇവിടെ നടക്കത്തില്ലെന്നൊക്കെ പറഞ്ഞാൽ ആ രാജ്യം തന്നെ ഇല്ലാതായി പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം ഇതൊന്നും ഇവിടെ ഇന്ത്യയെ ബാധിക്കില്ല. ഏതായാലും ജയശങ്കറിൻ്റെയും പീയൂഷ് ഗോയലിൻ്റെയും മുമ്പിൽ അടിയറവ് പറഞ്ഞിരിക്കുന്നു അമേരിക്ക, അല്ലെങ്കിൽ വ്യാപാര കരാർ സംജാതമാകുന്നു അല്ലെങ്കിൽ ഉടലെടുക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിലേക്കുള്ള വാർത്ത വരുന്നുണ്ട്. ഒരുപക്ഷെ അത് നമുക്കും ഗുണമാകും. കാരണം നമ്മളൊരു എന്ത് പറയുമ്പോഴും നമുക്ക് വലിയൊരു ബന്ധമുള്ള അല്ലെങ്കിൽ നമുക്ക് വ്യാപാരം നടത്തുന്ന, നമുക്ക് പണം വരുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും ലോകത്തൊന്നാമതായി നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ് അമേരിക്ക. അപ്പോൾ മാത്രം നമുക്ക് ലോകത്തെല്ലായിടത്തും കച്ചവടം ചെയ്യാമല്ലോ. കച്ചവടം നമുക്ക് അനുകൂലമായിട്ട് വരണമെങ്കിൽ നമ്മൾ കച്ചവടം ചെയ്യും. നമ്മുടെ ശൈലി അതാ. മാത്രമല്ല, ഗുജറാത്തിലാണല്ലോ നരേന്ദ്രമോദി ഗുജറാത്തികൾ നല്ല കച്ചവടക്കാരാണ്. അപ്പോൾ അതിനകത്ത് പുള്ളി കോൺഗ്രസ് കച്ചവടത്തിനകത്ത് കച്ചവടം വൃത്തിയല്ലെങ്കിൽ നമ്മൾ ചെയ്യത്തില്ല, വൃത്തിയായിട്ടുള്ള കച്ചവടമാണെങ്കിൽ നമ്മൾ ചെയ്യും. അത് അമേരിക്കയായിട്ട് ചെയ്യും. നമുക്ക് അതിനകത്ത് മസിൽ കൊടുത്ത് തോന്നില്ല. ഇന്നലെ ഇയാൾ ഞങ്ങളടുത്ത് വഴക്ക് പറഞ്ഞില്ലയോ, ഈത്ത പറഞ്ഞില്ലയോ, അല്ലെങ്കിൽ ഇന്നലെ ഞങ്ങളടുത്ത് അങ്ങനെ ചെയ്തില്ലയോ, ഒന്നും വേണ്ട, ഇന്ന് കറക്റ്റാണോ, ഇന്നിട്ട് ചെയ്യാം, ഇന്നലെ പ്രശ്നമായിരുന്നു, ഇന്നലെ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം ബാക്കിയുള്ളിടത്ത് നമ്മൾ അതിൻ്റെ ഇയാൾ മുടക്കിയപ്പോൾ ബാക്കിയുള്ളിടത്ത് നമുക്ക് ഈ മുടക്കിയ സാധനം കൊടുക്കാനുള്ള കാര്യങ്ങൾ ഒരുക്കിയായിരുന്നു. അപ്പം നമുക്ക് ഇവിടെയും കൊടുക്കാം അവിടെയും കൊടുക്കാം. അപ്പം നമുക്ക് ആ രീതിയിലും വലിയ ഗുണവും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാവും. ഏതായാലും വ്യാപാര കരാർ ഇന്ത്യക്ക് വഴങ്ങുന്ന രീതിയിലേക്ക് ആയിത്തീർന്നു എന്ന് നമുക്ക് വിചാരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.